ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ്. വട്ടവട എന്ന അതിമനോഹരമായ ഗ്രാമം, സ്ട്രോബെറി വിളഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമം. നമ്മുടെ കേരളത്തിൽ സ്ട്രോബെറി ഉണ്ടാവുന്ന ഒരേ ഒരു ഗ്രാമമാണ് വട്ടവട. അവിടുത്തെ സ്ട്രോബെറിക്ക് നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ്. അപ്പോൾ വട്ടവടയിലേക്കുള്ള വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വട്ടവടയിലേക്കാണ് പോകുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് വട്ടവടയിലേക്ക് പോകുമ്പോൾ ഉള്ളത്. നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ മൂന്നാർ വഴിയാണ് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്നത്. ഈ വട്ടവടയിലെ പോകുന്ന യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കോതമംഗലം കഴിഞ്ഞ് നേര്യമംഗലം പാലം കഴിഞ്ഞ് നേരെ അടിമാലി ഹൈറേഞ്ചിലേക്കാണ് കയറുന്നത്. ആ പോകുന്ന വഴിയിൽ തന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വട്ടവട എന്നൊരു ഗ്രാമം നമ്മൾക്ക് മുന്നിൽ ഇത്രയും ഫേമസ് ആയത് എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ മരിക്കുന്നതിനെ തുടർന്നാണ് വട്ടവട എന്ന ഗ്രാമം ഫേമസ് ആയി തുടങ്ങിയത്. അതിനു മുമ്പൊന്നും ആളുകൾ അത്രയൊന്നും അങ്ങോട്ട് പോവില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായി. ആ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷമാണ് പിന്നീട് ആളുകൾ കൂടുതൽ സഞ്ചാരികൾ വട്ടവടയിലേക്ക് എത്തിത്തുടങ്ങിയത്. നമ്മൾ വട്ടവടയ്ക്ക് പോകുന്നത് നേരെ മൂന്നാർ വഴിയാണ്. മൂന്നാറിൽ ചെന്ന് മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാം വഴി, അതായത് മൂന്നാറിൽ ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ, ആ ഒരു യാത്രയിലാണ് കൂടുതൽ കാണാനുള്ളത്. മൂന്നാറിൽ കാണാനുള്ളത് കൂടുതലും ആ ഒരു യാത്രയിലാണ്. റോസ് ഗാർഡൻ, അതുപോലെ ഫോട്ടോ പോയിന്റ്, അങ്ങനെയൊക്കെയുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി ഞങ്ങൾക്കൊരു മൃഗത്തെ കാണാൻ പറ്റി. അതായത് ഒരു കൂട്ടം കാട്ടുപോത്തുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയിലൂടെ കാട്ടുപോത്തുകൾ, ഏകദേശം ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് വട്ടവടയിലേക്ക് പോകുമ്പോഴാണ് കുറേയധികം കാട്ടുപോത്തുകൾ. കണ്ടാൽ തന്നെ പേടിയാകും. അത്രയും വലുപ്പമുള്ള കാട്ടുപോത്തുകളാണ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് രാത്രിയിൽ പെട്ടത്. ഞങ്ങൾ ഏകദേശം വൈകുന്നേരമാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഇപ്പോൾ ഈ കാട്ടുപോത്തിനെ കാണുന്നത് ഏകദേശം ഒരു 10 മണി ടൈമിലാണ്. അതായത് ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് വട്ടവടയിലേക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകുന്ന സ്ഥലത്താണ് നിലവിലുള്ളത്. നമ്മൾ രാത്രി ഏകദേശം 6 മണി രാത്രി ആയിക്കഴിഞ്ഞാൽ അവിടെ ചെക്ക് പോസ്റ്റ് കയറ്റി വിടില്ല. നമ്മൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അവിടുത്തെ സ്റ്റേയുടെ ബുക്കിംഗ് കാണിച്ചു കൊടുത്താൽ അവർ നമ്മളെ കയറ്റി വിടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒരു റൂം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ റൂം നമുക്ക് കിട്ടിയില്ല. ഓൾറെഡി ഫുൾ ആയതുകൊണ്ട് അവർ വേറെ കോട്ടേജ് അറേഞ്ച് ചെയ്ത് തരികയായിരുന്നു. രാവിലെ നമ്മൾ ഉറങ്ങി, രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ട ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. വട്ടവടയുടെ മൊത്തത്തിലുള്ള ആ ഒരു ഭംഗി. അതായത് ഒരു ചുറ്റും ഒരു കുന്ന്, ആ കുന്നിന്റെ ചെരുവുകളാണ്. ആ ചെരുവുകളിൽ കുറേ വീടുകൾ. ഇതാണ് വട്ടവട ഗ്രാമം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു വഴി കൂടി തിരിച്ച് കറങ്ങി വന്നാൽ നമ്മൾ ആ വട്ടവട ഗ്രാമം ഫുൾ കവർ ചെയ്ത് വരും. അതായത് ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന ഭാഗത്തിന്റെ പുറകിൽ കൊടൈക്കനാലും ആ കാണുന്ന മലയുടെ പുറകിൽ മറയൂരുമാണ്. പക്ഷെ ഈ രണ്ട് സ്ഥലത്തേക്കും നമുക്ക് വണ്ടി ഉപയോഗിച്ച് പോകാൻ പറ്റുകയില്ല. കാരണം നമ്മൾ മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വീണ്ടും മറയൂർക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ ഗ്രാമവാസികൾക്ക് വേണമെങ്കിൽ കാട്ടുവഴിയിലൂടെ പോകാൻ പറ്റും. അതേപോലെ തന്നെ കൊടൈക്കനാൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാട്ടുവഴി ഉണ്ട്, പക്ഷെ നമുക്ക് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. നമുക്ക് തിരിച്ച് പളഞ്ഞി ചെന്ന് അങ്ങനെ പോകേണ്ടി വരും. അതല്ലാതെ ഇതിലൂടെ നമുക്ക് കൊടൈക്കനാലിലേക്ക് പോകാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടത് അവിടെ ഉണ്ടായിക്കിടക്കുന്ന ഫാഷൻ ഫ്രൂട്ടിന്റെ ദൃശ്യങ്ങളാണ്. അതിമനോഹരമായി കാഴ്ച നിൽക്കുന്ന ഫാഷൻ ഫ്രൂട്ടുകളാണ് അവിടെയുള്ളത്. ഞങ്ങൾ എന്നിട്ട് രാവിലെ അവിടെ നിന്ന് എണീറ്റു. അവിടെ ജീപ്പിൽ തന്നെ, കാരണം അവിടുത്തെ റോഡുകൾ വളരെ മോശമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല റോഡ്. അവിടുത്തെ ജീപ്പുകാരന്റെ അടുത്ത് ഞങ്ങൾ കയറിയ ജീപ്പിലെ ആ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് 5 വർഷമായി ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അത് ഇതുവരെയായിട്ടും ഒരു സർക്കാരുകൾ പോലും ആ റോഡ് ഒന്ന് ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ട് ആ റോഡ് ശരിയാക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം വാഹനത്തിലാണ് വന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വാഹനം ഉപയോഗിച്ച് അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ജീപ്പിലാണ് പോയത്. കാരണം അത്രയും
ബുദ്ധിമുട്ടേറിയ റോഡാണത്. അപ്പോൾ നമ്മുടെ വാഹനം ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ വാഹനത്തിന്റെ അടിയിടിക്കാൻ വലിയ വാഹനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, ഇന്നോവ അതേപോലെ താറ അങ്ങനത്തെക്കുള്ള വാഹനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ചെറിയ വണ്ടി ഉപയോഗിച്ച് അതിലൂടെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ആ വഴി അത്രയും മോശപ്പെട്ട ഒരു വഴിയാണ്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് തന്നെ വണ്ടി താഴത്ത് പാർക്ക് ചെയ്ത് ജീപ്പിലാണ് സവാരിക്ക് പോയത്. 2500 രൂപ, 2000 രൂപ, അങ്ങനെ പല റേറ്റുകളാണ് ട്രക്കിങ്ങിനുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സ്ട്രോബെറി തോട്ടമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളെപ്പോഴും ആഗ്രഹിച്ചു വരുന്ന, വട്ടവടയിൽ ചെല്ലുമ്പോൾ ആഗ്രഹിച്ചു വരുന്ന ഒരു സ്ഥലം തന്നെയാണ് സ്ട്രോബെറി തോട്ടം. പക്ഷെ അവിടെ ഓഫ് സീസൺ ആയിരുന്നു. നിങ്ങൾ സ്ട്രോബെറി കാണാൻ വരികയാണെങ്കിൽ ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ സമയങ്ങളിലാണ് സീസൺ. അവർ പറഞ്ഞത് സീസൺ സമയം ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് എന്നാണ്. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ സീസണൊക്കെ കഴിഞ്ഞ് ഓഫ് സീസൺ ആണ്. എന്നാലും ഒരു കൊച്ച് കണ്ടില്ലേ, കൊച്ച് മൽബറി അല്ല, സ്ട്രോബെറി പറിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ സ്ട്രോബെറി ഉണ്ടായി നിൽപ്പുണ്ട്. പച്ചയാണ്, ചിലയിടങ്ങളിലൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഒരു സീസൺ ആണെങ്കിൽ ഇതിൽ നിറച്ചും സ്ട്രോബെറി ആയിരിക്കും. നമുക്ക് അവിടെ പോയിരുന്ന് നമുക്ക് ആവശ്യമുള്ളത് പറിച്ച് അത് നമുക്ക് അവിടെ വില കൊടുത്ത് വാങ്ങാവുന്നതുമാണ്. പക്ഷെ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് സ്ട്രോബെറി കുറച്ച് നമുക്ക് കഴിക്കാനൊക്കെ തന്നു. ഒക്കെ പച്ചയാണ്, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പിന്നെ കുറെ പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും ഉചിതമായ സമയം ഏകദേശം ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ സമയങ്ങളിൽ അവിടെ പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറിയും അവിടുത്തെ എന്താ പറയുക മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന വട്ടവട ഗ്രാമത്തെ അതിമനോഹരമായി തന്നെ നിങ്ങൾക്ക് കാണാം. ശരിക്കും ഒരു സ്റ്റേ ചെയ്യാമെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് നമുക്കൊരു തണുപ്പ് കൊള്ളാം എന്നുള്ളൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്ത് നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പായിട്ട് മാത്രം വട്ടവടയെ കണ്ടാൽ മതി. അത്രയേ ഉള്ളൂ വട്ടവട കാണാൻ വേണ്ടിയിട്ട്. ഒരു 1 ഡേ ട്രിപ്പായിട്ട് രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു പോരാം. തിരിച്ച് മൂന്നാർ കറങ്ങി അങ്ങനെ ഒരു രീതിയിൽ രാവിലെ അവിടുന്ന് പോരുമ്പോൾ നേരെ വട്ടവടക്ക് വരണം. വട്ടവട വന്നിട്ട് ഇതൊക്കെ കണ്ട് നേരെ തിരിച്ച് മൂന്നാർ കണ്ട് അങ്ങനെ പോകും. ഒരു 1 ഡേ ട്രിപ്പായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എനിക്ക് പോയ രീതിയിൽ ഒരു 1 ഡേ ട്രിപ്പായിട്ട് മാത്രമാണ് ഈ വട്ടവട അനുഭവപ്പെട്ടത്. അതേപോലെ തന്നെ വട്ടവടയിലെ ഹണി മ്യൂസിയം ഉണ്ട്. അത് വലിയ ഇതൊന്നും ഇല്ല, കാരണം നിങ്ങൾ കയറാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. 2 ഹണിയുടെ പിക്ചേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ ടിവിയിൽ കാണിക്കും, കുറച്ച് തേൻ ടേസ്റ്റ് ചെയ്യാൻ തരും. അത്രയും ഉള്ളൂ. 50 രൂപയാണ് അവിടുത്തെ ഫീസ്. അപ്പോൾ നിങ്ങൾ അത് കാണാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാം. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ യാത്രയൊക്കെ കണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് മൂന്നാറിലേക്ക് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. ഇത്രയാണ് വട്ടവടയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ പോയ അനുഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ വട്ടവടയെ കുറിച്ച് പങ്കുവച്ചത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.